പ്ലീസ്. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഒന്ന് ദൈവാത്മാവ് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന ആളും മാറിയതുപോലെ ഒരു അനദർ പേഴ്സണായി നമ്മെ മാറ്റുന്ന ദൈവാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ആള് മാറിയവനെ പോലായിത്തീരും. ചേഞ്ച് അനദർ പേഴ്സൺ, നിന്നെ ടേൺ ചെയ്യുന്ന, ഡിഫറന്റ് ആക്കുന്ന, പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി. ഒരുത്തനോട് പറയണ ദൈവാത്മാവ് അതിശക്തിയോടെ നിന്റെ മേൽ വരും, നീ പ്രവചിക്കും, നീ ആള് മാറിയതുപോലെ മാറ്റും. ഇന്ന് ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരോടും വിശ്വസിക്കുന്ന, നമ്മളെല്ലാവരോടും ഇടപെടുന്ന ദൈവത്തിന്റെ ആലോചന, ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ, ശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മൾ ആളും മാറും. ആളും മാറിയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിൽ, ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്തിൽ, ഫാസ്റ്റായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എല്ലാവരും നമ്മൾ സെൽഫായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ, നല്ല കാര്യം, എല്ലാവരും സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സാധാരണ എല്ലാ മനുഷ്യനും ചെയ്യാറുണ്ട്. നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ, ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ, കുറച്ചും കൂടി നോളജ് വർദ്ധിക്കാൻ, നമ്മുടെ കൊച്ചു പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒന്ന് അപ്ഡേറ്റ് ആവാൻ എന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ബുക്കുകൾ വായിക്കുന്നുണ്ട്, മൊബൈൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് പുതിയത് പഠിക്കുന്നുണ്ട്, വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ വെച്ച് നമ്മളൊരു സെൽഫ് ഇമ്പ്രൂവ്മെന്റ്, നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ, അത് എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നോക്കുന്ന, നമ്മളെന്നല്ല എല്ലാവരും നോക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് അപൂർവങ്ങളിൽ അപൂർവം മാത്രം, അല്ലെങ്കിൽ കുറവ് തന്നെ എന്ന് പറയാം, ആരെങ്കിലും എൻ്റെ പെരുമാറ്റത്തിനൊരു മാറ്റം വേണം, ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം, എൻ്റെ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ കോപങ്ങളെ ഒന്നെനിക്ക് മെരുക്കണം എന്ന് പറഞ്ഞൊന്ന് അപ്ഡേറ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവർ ചുരുക്കം മാത്രം. എല്ലാവരും അറിവും ഇന്നത്തെ ലോകത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, അപ്ഡേറ്റ് ആവാൻ, സെൽഫായി ഒന്ന് ഇംപ്രൂവ് ആകാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കും. വേണ്ട, നല്ല കാര്യം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നത്, നമ്മെ ക്ഷീണിപ്പിക്കുന്നത് മാറ്റപ്പെടാൻ, നമ്മുടെ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ, നമ്മുടെ കോപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലതിനെയൊക്കെ ഒന്ന് മെരുക്കാൻ, ആ ഒരു ഇംപ്രൂവ്മെന്റിന്, ആ ഒരു മാറ്റത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ബൈബിളിൽ പറയുന്ന ദൈവാത്മാവ് വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം സെൽഫ് ഇംപ്രൂവ്മെന്റ് മാത്രമല്ല, ഒരു പ്രോമിസ് ആണ്, സൂപ്പർ നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ. അസാധാരണമായ മാറ്റം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഒരു മനുഷ്യ ജീവിതത്തിൽ ആത്മശക്തി വ്യാപരിച്ചാൽ അവൻ ആളും മാറിയതുപോലായി മാറും. ഈ വായിച്ച വചനം ഏതെന്നറിയാം? ഒരു ശക്തനായ പ്രവാചകൻ സാമുവേൽ പ്രവാചകൻ, ഇസ്രായേലിന്റെ ആദ്യ രാജാവാകാൻ പോകുന്ന ശൗലോനോട് പ്രവചിച്ച പ്രവചന ദൂതാണ് നമ്മൾ വായിച്ചത്. അതായത് ഒരു യൗവനക്കാരൻ എന്ന, നമ്മുടെ ഭാഷ യൗവനക്കാരനോട്, അധികം പ്രായമില്ലാത്തൊരു മനുഷ്യനോട് ഒരു വലിയ പുരോഹിതൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ, പ്രവാചകൻ വിളിച്ചു പറയുന്ന വചനമാണ്, ആത്മാവ് നിന്റെ മേൽ വരും, അത് ശക്തിയോടെ നിന്റെ മേൽ വരും. വന്നാൽ നീ പഴയ ആളല്ല, നീ ആള് മാറും, നീ ഒരു അനദർ പേഴ്സണായി മാറും, ലൈഫിൽ ഒരു ചേഞ്ച് നടക്കും. ഇന്നത്തെ ദൈവാത്മാവിന്റെ ആലോചന നിങ്ങൾ സ്വീകരിച്ചു. ഈ പകൽ ദൈവാത്മാവ് പറയുന്നു, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഒന്ന് കൊതിച്ചു പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്ന് നമ്മെ ആള് മാറ്റും. ഇതൊരു പ്രവചന ശബ്ദമാണ്, ചിലതിനെ ആള് മാറ്റുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ശ്രദ്ധിക്കണം. അതിനു മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കയറി പോകുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നു. ഈ ശിഷ്യന്മാരെ എല്ലാം കൂടെ കർത്താവ് എന്ത് ചെയ്തറിയാമോ? ബഥാനിയോളം വിളിച്ചുകൊണ്ടുപോയി, ബഥാനിയുടെ അടുത്തവരെ വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവരെ കൈ ഉയർത്തി
ലുക്കോസ് 24 കിടപ്പുണ്ട്. കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. എന്നിട്ടാണ് സ്വർഗാരോഹണം ചെയ്ത് കയറിപ്പോയത്. അപ്പൊ ബെഥാനിയയിലെ കൊണ്ടുവന്നു, കരം ഉയർത്തി അവരെ യേശു കർത്താവ് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എന്നിട്ട് സ്വർഗാരോഹണം ചെയ്തു. ഈ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം ഇതാണ്: പിതാവിനോട് കേട്ട വാഗ്ദത്തം ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് തരും. ശക്തി ധരിക്കോളം ഇനി ഇവിടുന്ന് എങ്ങും പോകല്ല്, യെരൂശലേമിൽ തങ്ങി പാർത്തുകൊള്ളണം. അപ്പൊ യേശു ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കയറുന്നതിന് മുമ്പേ അവസാനം പറഞ്ഞ പ്രഷ്യസ് വാക്കുകൾ ഒന്നാണ്. കരമുയർത്തി അനുഗ്രഹിക്കുന്നതിന് മുമ്പേ, അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞത്: നിങ്ങൾ ഇവിടെ തന്നെ പാർക്കണം, ഞാൻ സ്വർഗാരോഹണം ചെയ്യാണ്. പിതാവിനോട് കേട്ട ആ വാഗ്ദത്തം ശക്തി ധരിക്കോളം നിങ്ങൾ ഇവിടെ തന്നെ പാർക്കണം. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ ദൈവത്തിന്റെ ശക്തിയിലാണ്. ശക്തി ധരിക്കോളം നിങ്ങൾ എന്ത് ചെയ്യരുത്? വേറെ എങ്ങും പോകരുത്. നമ്മൾ ശൗമേൽ 10:6 വായിച്ചു, ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരുമ്പോൾ നീ ആള് മാറിയവനെ പോലെ. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് വരാൻ പോവുക. 1 ശൗമേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചു. 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് എല്ലാവരും തിരിഞ്ഞ് 1 ശൗമേൽ 9:1 മുതൽ എല്ലാവരും ബൈബിൾ തുറന്ന് അതിലേക്ക് ശ്രദ്ധിക്കുക. താങ്ക് യു ജീസസ്. ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന പേരുള്ള ഒരു ധനികൻ ആ ദേശത്ത് ഉണ്ടായിരുന്നു. അവൻ ബെന്യാമിനായ, അത് ഒത്തിരി മുന്നോട്ട് ഒത്തിരി പാരമ്പര്യം പറയുന്നുണ്ട്. അതിന് 2 തൊട്ട് വായിച്ചോ. അവനെ ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. അപ്പൊ ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ സമൂഹത്തിൽ ആ ദേശത്ത് അല്പം ധനികനായ ഒരു മനുഷ്യൻ. 2-ാം അധ്യായത്തിൽ പറയുന്നു, വളരെ സൗന്ദര്യമുള്ള ശൗൽ എന്ന് പറയുന്ന ഒരു യൗവനക്കാരനായ ഒരു മകൻ ആർക്കുണ്ടായിരുന്നു? കീശിനുണ്ടായിരുന്നു. ഇനി 3-ാമത്തെ വചനം വായിക്കുക. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ, ഈ യൗവനക്കാരനായ കോമളനായ ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. അപ്പം അന്നത്തെ കഴുതകളൊക്കെ ഉള്ള ഒരു കാലത്ത് ഈ കഴുതകൾ എന്ത് ചെയ്യുന്നു? കാണാതെ പോയിരിക്കുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. അപ്പൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഭൃത്യനെ, ഒരു സെർവന്റിനെ കൂടെ കൊണ്ടുപോയി നമ്മുടെ കാണാതെ പോയ കഴുതകളെ നീ അന്വേഷിച്ച് പോകുക. നോർമലി സാധാരണ ഇങ്ങനെ വന്നാൽ ഈ ദാസന്മാരും ഇതിനെ നോക്കുന്നവരും പരിഹരിക്കുന്നവരും ഇടയന്മാരുമായ ആൾക്കാരാണ് ഇത് പോയി എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കുന്നത്, അതിനുവേണ്ടി ബന്ധപ്പെടുന്നത്. ഒരിക്കലും പറയാത്ത രീതിയിൽ അപ്പൻ മോനെ വിളിച്ചിട്ട് പറയാണ്, നീയും എന്ത് ചെയ്യണം? പോണം, വേറൊരാളെ കൂട്ടിക്കൊണ്ട് നീയാണ് എന്ത് ചെയ്യുന്നത്? ഇത് അന്വേഷിക്കാൻ പോകേണ്ടത്. അടുത്തത്, അവൻ എഫ്രീം മലനാട്ടിലും ശാലീശ ദേശത്തുകൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീശ ദേശത്തുകൂടി സഞ്ചരിച്ച് അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തുകൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടു കിട്ടിയില്ല. അപ്പൊ ഈ 2 പേര് അലഞ്ഞു. പ്രത്യേകിച്ച് കൊട്ടാര അല്ലെങ്കിൽ സമ്പന്നമായ അവസ്ഥയിൽ ജീവിച്ച ശൗൽ ഒരിക്കലും ജീവിതത്തിൽ അനുഭവിക്കാത്ത സംഭവം. ഈ ദേശത്തു കൂടെ എല്ലാം അലഞ്ഞ്, ഈ കഴുതകളെ കിട്ടാൻ കിടന്ന് അലഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില അലച്ചിലും ഉഴച്ചിലൊക്കെ ജീവിതത്തിൽ നീ ഒരു തെറ്റും ചെയ്തായിട്ടും നീ ഒരു നമ്മൾ ആരും ഒന്നും ചെയ്യാതെ ജീവിതത്തിൽ ചില ഉഴച്ചിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ച് തരാം. നീ കണ്ടിട്ടില്ലാത്ത സാധനം നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. പ്രഷ്യസ് ആയത് എന്തോ മറ്റാർക്കും വേറെ ആരുടെ ജീവിതത്തിൽ ഇത്ര ഉഴച്ചില്ലല്ലോ, ഇത്ര കറക്കലില്ല, ഇല്ലായിരിക്കാം. പക്ഷെ നിനക്കൊരെണ്ണം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ദോഷങ്ങളിൽ ആരെങ്കിലും അങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അയ്യോ ഈ അപ്പന് വേറെ ആരെയും വിളിച്ചാൽ പോരായിരുന്നു. ഇത്രയും സമ്പന്നമായ അപ്പന്റെ വീട്ടിൽ എത്ര ദാസിദാസന്മാരുണ്ട്. ഈ കഴുതകളെ അന്വേഷിക്കാൻ വേറെ ആരെയും ഇല്ലായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചിട്ട് അതേപോലെ തന്നെയാ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇത്ര വലിയ മഹത്വമുള്ളവരൊക്കെ നമ്മുടെ ചാർച്ചക്കാരും പഠിച്ചവരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിട്ടും ഈ ദൈവകൃപയിലേക്ക് നമ്മെ മാത്രം സ്വർഗത്തിൽ അപ്പം വിളിച്ചു.
വിളിച്ചിട്ട് നമുക്ക് ഇന്നും ഒരു പരാതിയുണ്ട്. എന്താ എന്റെ ജീവിതത്തിൽ മാത്രം ഇത്ര അഴച്ചില്, ഇത്ര കുഴച്ചില്, എനിക്കൊന്നും അങ്ങോട്ട് ഇറങ്ങിയെടുത്തിട്ട് നടന്നില്ലല്ലോ. അപ്പൻ പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചത് എന്റെ ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നീ എത്ര അഴച്ചില് വന്നാലോ നിന്റെ സ്വർഗീയ അപ്പന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്തൊരു ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ മനസ്സിന്റെ അകത്ത് ഒരു ചോദ്യചിഹ്നം പോലെ ഇന്ന് പകലും ഈ ചോദ്യം കയറി പോകുന്നെങ്കിൽ എഴുതി വെച്ചൊരു ദൂത് പറയാം. നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, നിന്റെ കുടുംബത്തിൽ ആരും കണ്ടിട്ടില്ലാത്തത് സ്വർഗത്തിലെ അപ്പൻ നിനക്ക് കരുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിനെ തൊട്ടാണ് ദൈവം സംസാരിക്കുന്നത്. അലഞ്ഞു, എഫ്രൈം മലനാട്ടിൽ അലഞ്ഞു, ബെന്യാമിൻ ദേശം മുഴുവൻ അലഞ്ഞു. 9:4 പറയുന്നു, എന്നിട്ടും എങ്കിലും കണ്ടു കിട്ടിയില്ല. പരിശ്രമിക്കാത്തതിന്റെ അല്ല, ആവോളം പരിശ്രമിച്ചു. അവരെ കൊണ്ട് ഓടി പോകാവുന്ന ദേശം മുഴുവൻ നമ്മുടെ നാടൻ ഭാഷയിൽ അരിച്ചു പറക്കി. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, കണ്ടുകിട്ടിയില്ല. ചിലതൊക്കെ ആവോളം അധ്വാനിച്ചിട്ടും ആവോളം ട്രൈ ചെയ്തിട്ടും നിന്നാലാവോളം ചെയ്തിട്ടും എന്നിട്ടും നടക്കുന്നില്ലല്ലോ. പാസ്റ്റർ ബ്രദറെ, ഒരു ദൂതുണ്ട്, നീ ചിലത് കാണാൻ പോവുകയാണ്. നീ ചിലത് സംതിങ് സ്പെഷ്യൽ കാണാൻ പോവുകയാണ്. പ്രാവശ്യം മുന്നോട്ട് വയ്ക്കൂ. Thank you, Jesus. Thank you, Holy Spirit. Amen. ഇനി അടുത്തത് വേഗത്തിൽ വായിച്ചു. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗലും കൂടെയുള്ള ഭൃത്യനോട് വരിക. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗല് കൂടെയുള്ള സെർവന്റിനോട് ഭൃത്യനോട് വരിക, നമുക്ക് മടങ്ങിപ്പോകാം. നമുക്കിനി എന്ത് ചെയ്യാം, മടങ്ങിപ്പോകാം. ഈ തെരച്ചിൽ നമുക്ക് നിർത്താം. ഇത് ശരിയാവും തോന്നുന്നില്ല. അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. ഇനി മുന്നോട്ട് പോയ മണിക്കൂറുകൾ, ദിവസങ്ങൾ മുന്നോട്ട് പോകും. അപ്പൻ ഇതുവരെ കരുതയെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമ. ഇനിയിപ്പോ നമ്മളെ കണ്ടില്ല, എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷാദിക്കാൻ തുടങ്ങും. ഇപ്പൊ 2 വിഷമവും കൂടെ വേണ്ട. ഇപ്പൊ അപ്പൻ ഒറ്റ വിഷമേ ഉള്ളൂ, കരുതയെ കണ്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കിടന്ന് ഈ അലഞ്ഞ് നമ്മളെയും കാണാതിരിക്കുമ്പോ അപ്പൻ ഇപ്പൊ 2 വിഷമാവും. നമുക്ക് അതുകൊണ്ട് ശൗൽ എന്താ പറഞ്ഞേ, ഭൃത്യ നമുക്ക് മടങ്ങി പോകാം. അതിന് അവൻ ഈ പട്ടണത്തിൽ, അപ്പൊ കൂടെ പോയ ഭൃത്യൻ എന്താ പറഞ്ഞത്, അതിന് അവൻ ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നത് പോലെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരുമെന്ന് അവനോട് പറഞ്ഞു. കൂടെയുള്ള ഭൃത്യൻ പറയാണ്, പോകുന്നതിന് മുമ്പ് ഈ പട്ടണത്തിൽ മാന്യനായ ഒരു ദൈവഭൃത്യനുണ്ട്, അവന്റെ അടുത്തേക്ക് ഒരു ആലോചനയ്ക്ക് പോകാം, അവൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ സഹായിക്കുന്ന, പോസിറ്റീവ് വാക്ക് പറയുന്ന, പ്രാർത്ഥിക്കാം അത്ഭുതം ദൈവം ചെയ്യുമെന്ന് പറയുന്ന ഈ ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ സ്വത്ത്. ഇതിന് വില കൊടുക്കണം. കണ്ടോ, ഒരാൾ പറയുന്നത് മടുത്ത് നമുക്കങ്ങ് തിരിച്ചോ, മറ്റുള്ള അല്ല. പോകുന്നതിന് മുമ്പേ നമുക്കൊരു ദൈവശബ്ദം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാം, നമുക്ക് ദൈവമുഖം അന്വേഷിക്കാം, ദൈവാലോചന അന്വേഷിക്കാൻ ഒരു താല്പര്യം. ആ കുഴച്ചിൽ മുന്നോട്ട് നിൽക്കേ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ദൈവശബ്ദം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ എടുത്തൊരു തീരുമാനങ്ങൾക്ക് പോകുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുക. ആ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ദൈവത്തിന്റെ ആലോചന എന്താ, കർത്താവിന്റെ ഹിതം എന്താ, അതിനുവേണ്ടി നമ്മൾ ഹൃദയം. അപ്പൊ മുഴുവൻ പറയാണ്, ഒരാളെ കണ്ടിട്ട് പോകാം. ഇനി അടുത്ത് ശൗൽ തന്റെ ഭൃത്യനോട്, അപ്പൊ ഇത് പറഞ്ഞപ്പോ ശൗല് തന്റെ ഭൃത്യനോട് പോകുന്നു എങ്കിൽ ആ പുരുഷനെ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്. അടുത്ത ശ്രദ്ധിക്കണം, വലിയ ദൈവപ്രവർത്തനം. ഒന്ന്, പ്രതിസന്ധി കാര്യങ്ങൾ വന്നപ്പോ ഇട്ടിട്ട് പോകുകയല്ല, നമുക്ക് ദൈവസന്നിധിയിൽ പോവാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവശബ്ദം കേൾക്കാം. 2 ദൂത് അതിനകത്തുണ്ട്. ഒന്ന്, കൂടുള്ള വ്യക്തി ആ ബലപ്പെടുത്തുന്ന, അതാണ് ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ഒരു ഗുണം. അതാ ആത്മീയ, നമ്മുടെ ബന്ധങ്ങൾ, കൂട്ടുകൾ എല്ലാം നല്ലതായിരിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധി വരുമ്പോൾ നമ്മെ ഒന്ന് ബലപ്പെടുത്തുന്ന, അല്ല
ധൈര്യമായിട്ടിരിക്കാം, നമുക്ക് ഇതും കൂടെ നോക്കിയിട്ട് പോകാം എന്ന് പറയുന്ന ഒറ്റ കാരണമാണ്. രണ്ടാമത്തത്, ഇത് പറഞ്ഞപ്പോൾ ശൗലിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ ശൗൽ ഒരു കാര്യം പറയാം, നമ്മളൊരു ദൈവ മനുഷ്യന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. നമ്മുടെ ഭണ്ഡാരത്തിൽ അപ്പം തീർന്നു പോയല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയും ദിവസം അലഞ്ഞ് കൈ കൊണ്ടുപോയ ഫുഡ് ഉൾപ്പെടെ തീർന്നു. എന്നിട്ടും കരുത എന്ത് ചെയ്യില്ല, കിട്ടിയില്ല. ഈ കയ്യിലെ ഫുഡ് തീർന്നപ്പോഴാണ് ശൗല് പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു മടങ്ങിപ്പോ, എല്ലാം തീർന്നു. പറയോ, ദൈവ മനുഷ്യന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്, എങ്ങനെ വെറും കൈയായി പോകും? ദൈവപുരുഷനെ കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനമില്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. അയ്യോ, കൊടുക്കാൻ അപ്പമില്ല, കൊടുക്കാൻ ഒരു സമ്മാനമില്ല, നമ്മൾ എന്ത് ചെയ്യും? അതിനത് വേറർത്ഥം. കർത്താവിനായി, ദൈവനാമത്തിനായി, ദൈവമഹത്വത്തെ, ദൈവനാമത്തെ ബഹുമാനിച്ച് അത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ള ഉള്ളിലെ ആ നിയോഗം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി അടുത്തത് വായിച്ചു. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കെൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ എന്റെ അപ്പം എല്ലാം തീർന്നു പോയി, എന്റെ കയ്യിൽ അല്പം എന്തുണ്ട്, 1/4 ശേക്കെൽ വെള്ളിയുണ്ട്, ഒരു കോയിനുണ്ട്, ഇത് വേണേ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്നല്ലേ, കൊടുക്കാം, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇവർ അങ്ങോട്ട് പോയി. ആരെ തേടി? പ്രവാചകനായ ആ പ്രവാചകനാണ് ശൗമേൽ പ്രവാചകൻ. ശൗമേൽ പ്രവാചകനെ തേടി അവന്റെ അടുത്തേക്ക് പോയപ്പോൾ ഇനിയാണ് ആ വചനം ഒന്ന് ശ്രദ്ധിക്കണം. 1 ശമൂവേൽ 9:15 വായിച്ച്. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശൗമേലിനെ വെളിപ്പെടുത്തി. ശൗൽ ഇവനെ കാണാൻ വരുന്നതിന് മുമ്പേ ഒരു ദിവസം മുമ്പേ ശൗമേൽ പ്രവാചകനെ ദൈവം വെളിപ്പെടുത്തി. എന്ത് വെളിപ്പെടുത്തി? നാളെ ഇന്നേരത്തെ ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. പ്രവാചകനായ ശൗമേലെ നാളെ ഇതേ സമയം, തലേന്ന് പറയാം, നാളെ ഇതേ സമയം ഒരു ബെന്യാമിൻകാരനായ ഒരുത്തനെ ഞാൻ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ആരെ കേറി വരുന്നറിയാമോ? അപ്പന്റെ കരുതകളും നഷ്ടപ്പെട്ട് ഒരുത്തൻ ഗതിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ കേറി വരിക. പക്ഷെ കേറി വരുന്നവനെ നീ വെറുതെ വിടരുത്, നീ അവനെ അഭിഷേകം ചെയ്യണം. ഇസ്രായേലിന്റെ അടുത്ത പ്രഭുവായി, രാജാവായി, ജനത്തെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, ചില അലച്ചിലുകളും ചില കുലച്ചിലുകളും നിന്നെ എന്തിലേക്ക് നയിക്കുമെന്നറിയാമോ? മടിത്തട്ടും വീണ്ടും ദൈവശബ്ദം കേൾക്കാൻ നീ ആഗ്രഹിച്ച് ദൈവസന്നിധി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ പലപ്പോഴും ഒന്നുമില്ലാതിരുന്നിട്ടും എന്നിട്ടും ദൈവനാമത്തിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് ചിന്തിച്ച് നീ ചെയ്യുന്നത് ഒന്നും വൃഥാവല്ല. എന്താ കഴുതകൾ കഴിഞ്ഞ നാളിൽ കിട്ടാത്തത്? എന്താ ഇത്രയും അലഞ്ഞത്? ഈ ഒരു ദൂതിനു വേണ്ടിയാണ് ഇസ്രായേൽ ഭരിക്കുന്ന ആദ്യത്തെ രാജാവായി ദൈവം കണ്ട മനുഷ്യനാണ് കഴുതകൾ നഷ്ടപ്പെട്ട് കയറി വരുന്നത്. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുക കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തിരുന്നു. ഒരു സൈഡിൽ ഒരു ജനം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുവിന്റെ പോരാട്ടത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ. ആ വിടുതൽ കിട്ടണമെങ്കിൽ ഒരുത്തൻ രാജാവാകണം. നമ്മുടെയൊക്കെ വിടുതലിന്റെ രഹസ്യം എന്താ അറിയോ? എവിടേക്കോ വേറെ ചിലരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ട്. ഇപ്പുറത്ത് ഒരു ജനം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് വിടുതൽ. ഇവിടെ വിടുതൽ കിട്ടണമെങ്കിൽ ഒരുത്തൻ രാജാവാകണം. അവൻ ശൗൽ രാജാവാകണം. നമ്മൾ വെറുതെ രാജാവായതല്ല, ചില പ്രാർത്ഥനയുടെ ഫലമാണ്. അതിന്റെ അർത്ഥം എന്താ പറയുക? ഈ ദിവസങ്ങളിൽ ചില പ്രാർത്ഥനയുടെ ഫലങ്ങൾ ചിലത് കാണാൻ പോവുകയാണ്. ഇനി 17 വായിച്ചു. ശൗമേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ, ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിപ്പാനുള്ളവനെന്ന് കൽപ്പിച്ചു. അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശൗമേലിന്റെ അടുക്കൽ എത്തി ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. അങ്ങനെ ഈ വീട്ടിലെത്തി അവരോട് പറഞ്ഞു, നീ എന്നോട് താമസിച്ചിട്ട് നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. കഴുതയുടെ കാര്യമൊക്കെ നീ ഭാരപ്പെടണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ, എന്നോട് താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാളെ പോയാൽ മതി എന്ന്. അങ്ങനെ കഴുതകളെ അന്വേഷിച്ച് വന്ന ശൗല്
ശൗമേൽ പ്രവാചകനോട് താമസിച്ച് പിറ്റേ ദിവസം, ഇനി ശ്രദ്ധിച്ചോണം, 9:26 തൊട്ട് താരോട്ട് വേഗത്തിൽ വായിച്ചു. അവർ അതികാലത്തെ അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് ശൗമേൽ മുകളിൽ നിന്നും ശൗലിനെ വിളിച്ചു. അപ്പൊ ശൗമേൽ മുകളിൽ നിന്നും ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്ക, ഞാൻ നിന്നെ യാത്ര അയക്കാം എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ആയപ്പോ പറഞ്ഞു, ശൗമേൽ പറയാണ്, എഴുന്നേൽക്ക ശൗലെ, നീ എഴുന്നേക്ക, ഞാൻ നിന്നെ യാത്ര അയക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, നിന്നെ അയക്കാം, യാത്ര അയക്കാം. ശൗൽ എഴുന്നേറ്റു. അവർ രണ്ടുപേരും, അവനും ശൗമേലും തന്നെ വെളിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവിടുന്ന് നമ്മുടെ ഭാഷ പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. ശൗലും കൂടെയുള്ള ഫിർത്തനും അവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ, ഈ പട്ടണം സിറ്റിയുടെ ബോർഡറിൽ പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശൗമേൽ ശൗലിനോട്, ഫിർത്യൻ മുൻപേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ശൗമേൽ, ഇനി ശ്രദ്ധിച്ചു, ശൗമേൽ പ്രവാചകൻ പറയാണ്, നിന്റെ കൂടെയുള്ള ഫിർത്യനെ നീ എന്ത് ചെയ്യാ, മുൻപ് പറഞ്ഞു, അല്പം നേരത്തെ അങ്ങ് പറഞ്ഞയക്ക, നീ ഇവിടെ നിൽക്ക, എനിക്ക് നിന്നോട് ഒരു അരുളപ്പാട് പറയാനാണ്. നമ്മുടെ ലൈഫിൽ ചില ഒറ്റപ്പെടൽ ജീവിതത്തിൽ വരുമ്പോ ദൈവത്തിന് എന്തോ നമ്മളോട് സംസാരിക്കാനുണ്ട്. ദൈവം ചിലയിടത്തൊക്കെ നമ്മളൊന്ന് പിടിച്ചു നിർത്തിയത് എന്തിനാണെന്നറിയാമോ? നിന്നോട് എന്തോ ഒന്ന് ഇടപെടാനുണ്ട്. മറ്റവൻ കേൾക്കാത്ത, മറ്റവൻ അനുഭവിക്കാൻ പറ്റാത്തത് എന്തോ നിന്നോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയുന്ന ചിലയിടത്ത് ദൈവം നമ്മെ ഒന്ന് പിടിച്ചു നിർത്തുന്ന പോലെ, രാവിലെ സന്തോഷത്തോടെ പോകേണ്ടതല്ലേ, നിൽക്കല, നീ നിൽക്ക, മറ്റവൻ മുന്നേ പോകട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ചിലതൊക്കെ നമുക്ക് മുമ്പേ ഓടിപ്പോകുമ്പോഴും നമ്മെ പിടിച്ച് ദൈവം ഒന്ന് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് സ്പെഷ്യൽ എന്തോ ഒന്ന് സംസാരിക്കാനുണ്ട്. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? പ്രധാനപ്പെട്ട ദൂതിലേക്ക് വരിക. അതിശക്തമായ ഒരു പ്രവചനം കൈമാറാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാളിൽ നഷ്ടപ്പെട്ടതും, കഴിഞ്ഞ നാളിൽ അലഞ്ഞതും ഒക്കെ, കഴിഞ്ഞ നാളിൽ ദൈവ സാന്നിധ്യം അന്വേഷിച്ചതും ദൈവത്തിന് വേണ്ടി കൊടുത്തതിന്റെ ഒക്കെ പ്രയോജനം വെളിപ്പെടാൻ പോവുക. താനോട് പറയാണ്, നീ ഇവിടെ നിൽക്ക്, എനിക്ക് നിന്നോട്. ഇന്ന് ചിലരോട്, ഓരോരുത്തരോടും പറയാം, ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്. ചില വിഷയത്തിൽ പിടിച്ചു നിർത്തിയേക്കുന്ന എന്തിനാണെന്നറിയാമോ? ദൈവം ചിലത് സംസാരിക്കാൻ പോവാം. ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോവുക. ഇനി ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്ന എല്ലാം ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയാണ്. നീ നമ്മൾ ആഗ്രഹിച്ച വേറെ നല്ല കാര്യമാണ്, അത് നടന്നില്ല, പക്ഷെ പിടിച്ച് ദൈവം നിർത്തിയേക്കുക. ഇന്ന് പകൽ ദൈവാത്മാ ആലോചന പറയുന്നു, നിന്നെ പിടിച്ച് ദൈവം നിർത്തിയിരിക്കുന്നത്, നിന്റെ കൺമുമ്പിൽ വേറെ ചിലത് നടന്നു പോയിട്ട് നിന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സംതിങ് സ്പെഷ്യൽ. നീ അല്പം നിൽക്കുക, നീ അല്പം നിൽക്കുക. ഇതിന്റെ അകത്ത് ചിലരുണ്ട്, കുറച്ച് ദിവസങ്ങളായി അല്പം നിന്നേക്കുക. ശക്തമായ ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജ് നിങ്ങളോട് കൈമാറുന്നു. ശക്തമായ ചിലത് നിന്നോട് പറയാനുണ്ട്. നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 9-ാം അധ്യായം അവസാനിച്ചു. 10:1 വായിച്ച് തൊട്ടടുത്ത. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച്, ഈ നിമിഷം അവിടെ നീ നിൽക്ക എന്ന് പറഞ്ഞ് കയ്യിലെ തൈലപാത്രം എടുത്ത് അവന്റെ തലമേൽ ഒഴിച്ച്, അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്നോടുള്ള സ്പെഷ്യല്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന കർത്താവ് അവനെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, നീ നിൽക്കാൻ പറഞ്ഞത്, നീ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് ഈ തൈലത്തിന്റെ അഭിഷേകം. അന്നത്തെ കാലത്ത് കൊമ്പിലും പാത്രത്തിലും തൈലം വെച്ചിട്ട്, കൊമ്പിലാണ് കൂടുതൽ, അത് ജനത്തിൽ തലയുണയിൽ ഒഴിക്കുന്നത്. അവനെ സെപ്പറേറ്റ് ചെയ്യണം, അഭിഷേകം ചെയ്യാൻ. രാജാവായി, പുരോഹിതനായി, പ്രവാചകനായി ഒക്കെ ദൈവം മാറ്റുന്നതിനെ അനോയിന്റ് ചെയ്യുന്നതാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. അവന്റെ തലയിലോട്ട് തൈലം ഒഴിച്ച് അവനോട് പറയാ, രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുന്നു. കാരണം അന്ന് ഇങ്ങനെ ചെയ്താൽ അവൻ രാജാവായി. എല്ലാവരുടെ തലയിൽ അത് ഒഴിക്കത്തില്ല. പുരോഹിതനും രാജാവും പ്രവാചകനും ആരാണോ ആവുന്നത് അവന്റെ തലയിലേ അത് ഒഴിക്കത്തുള്ളൂ. ഒഴിച്ചിട്ട് പറഞ്ഞു, നിന്നെ രാജാവാക്കിയിരിക്കുന്നു. ഇത്രയും നാൾ നീ ഓടിയത്, ഇത്രയും നാൾ നീ കഷ്ടപ്പെട്ടത്, ഇത്രയും നീ അഴഞ്ഞത്, ചില നഷ്ടങ്ങൾ സഹിച്ചു നീ പോയത്, നിന്നോടൊരു ദൂത് പറയുന്നു. ഈ ദിവസങ്ങളിൽ ചിലരോട് പറയാ,
തൈലക്കൊമ്പിന്ന് ചിലത് നിന്റെ മേൽ വീഴാൻ പോയാ, ഒരു അഭിഷേകത്തിന്റെ നിറവ് പാത്രത്തിൽ നിന്ന് തൈലം ഒഴുകിയതുപോലെ, ദൈവം രാജാവാക്കി മാറ്റിയതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ചിലതിന്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ഉള്ളുകൊണ്ട് നിങ്ങളൊന്ന് വിശ്വസിച്ച് ഈ ദൈവത്തിന്റെ ആലോചന ഒന്ന് സ്വീകരിച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ അടുത്ത രാജാവായി ശൗൽ മാറി. ഇനിയുള്ള ഓരോ വാക്ക് ശ്രദ്ധിച്ചു. ഇനി എല്ലാവരും അടുത്ത രണ്ട് ശ്രദ്ധിച്ചോ, ഉറക്കെ വായിച്ചു ശ്രദ്ധിച്ചു. നീ ഇന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കലെ സെൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്കൽ വെച്ച് രണ്ടാളെ കാണും. നീ അന്വേഷിപ്പാൻ നീ ഇന്ന് എന്നെ പിരിഞ്ഞ്, അപ്പൊ നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ തമ്മിൽ എന്ത് ചെയ്യാ? പിരിഞ്ഞു പോകുമ്പോൾ ഇനി വേഗത്തിൽ വായിച്ചു. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോന്ന കഴുതകളെ കണ്ടിരിക്കുന്നു. നിന്റെ അപ്പൻ നീ അവിടെ ചെല്ലുമ്പോ റാഹേലിന്റെ കല്ലറ അടുക്കി ചെല്ലുമ്പോ രണ്ടുപേരെ കാണും. നീ എന്തിനാണോ അന്വേഷിച്ചത് ആ കഴുതകൾ അവിടെ കാണും, അവിടെ കാണും. നിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വീണാൽ, ദൈവ സാന്നിധ്യം നിന്നെ തൊടാൻ തുടങ്ങിയാൽ, നീ എന്താണോ അലഞ്ഞത് അത് നിന്റെ കൺമുമ്പിൽ തിരിച്ചു വരും. നിനക്ക് തിരിച്ചു കിട്ടും. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ നീ അത് കണ്ടു കിട്ടും. അടുത്തത് നിന്റെ അപ്പൻ കഴുതയെ കുറിച്ചുള്ള ചിന്ത വിട്ട് എന്റെ മകന് വേണ്ടി ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അപ്പം കഴുത കണ്ടുകിട്ടി, ഇനി നിങ്ങളെ കുറിച്ച് വിഷാദിച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത മൂന്നാം വാക്യം. അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കേ, അതിരാവിലെ ശ്രദ്ധിച്ചേ, അതിരാവിലെ ശമൂവേൽ ശൗലിനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. മറ്റവനെ പറഞ്ഞു വിട്ടു. അവന്റെ തൈലിലോട്ട് എന്ത് ചെയ്തു? കൊമ്പിന്റെ അഭിഷേകത്തിന്റെ തൈലം ഒഴിച്ചു. അവന്റെ ആത്മസാന്നിധ്യം വന്നു. എന്നിട്ട് അവനോട് പ്രവാചകൻ പ്രവചിക്കുക ഈ ഓരോ വാക്കും. ഇനി നീ ഇവിടുന്ന് എന്നെ പിരിഞ്ഞ് അങ്ങ് മുന്നോട്ട് പോകുമ്പോ നീ രണ്ടുപേരെ കാണും. അപ്പൊ നിങ്ങൾ ആരെ കാണും? കഴുതയെ കാണും. കഴുതയെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇനി മൂന്നാം വാക്യം. അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് നീ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോ താബോറിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ ഒരു തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി. നിന്നെ എതിരേക്കാൻ പോകുന്ന 3 പുരുഷന്മാരാണ്. ഒരാളുടെ കയ്യിൽ ആട്ടിൻകുട്ടി, വേറൊരാളുടെ കയ്യിൽ 3 അപ്പം, അടുത്തത് വേറൊരുത്തൻ തുരുത്തിയിൽ വീഞ്ഞുമായി ചുമന്നു കൊണ്ടുവരുന്ന 3 പുരുഷന്മാർ ബേഥേലിൽ. ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും. അവർ വെറുതെ പോകത്തില്ല, നിന്നോട് സംസാരിക്കും. നിനക്ക് നീ യാത്ര ചെയ്യുമ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ട് വിശേഷം എവിടുന്ന് വരുന്നു, നീ ആരാ എന്തോ എന്ന് നിന്നോട് എന്ത് ചെയ്യും? അവര് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. അവരുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? 3 അപ്പം ഉണ്ട്. 2 എണ്ണം നിനക്ക് തരും. 2 എണ്ണം നിനക്ക് തരുമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പം പോലും തീർന്നിട്ട് നീ അലഞ്ഞു നടന്ന ദിവസങ്ങളുണ്ട്. എന്നിട്ടും ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നീ ആഗ്രഹിച്ചു. പക്ഷെ നീ ഒന്നും ചോദിക്കണ്ട, അവര് നിന്നെ കാണും, നിന്നോട് കുശലം ചോദിക്കും, 2 അപ്പം നിനക്ക് തരും. നീ അവിടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണം. തരുമ്പോ നീ വേണ്ടെന്ന് പറഞ്ഞു, നീ വാങ്ങിച്ചോണം. അതിന്റെ അർത്ഥം എന്താ പറയാ? പിന്നെ അങ്ങോട്ട് പ്രവചനം പറയാ, നീ ഇനി ആള് മാറാൻ പോവുകയാണ്. നീ അന്വേഷിച്ചത് നിന്റെ കൺമുമ്പിൽ വരാൻ പോവുകയാണ്. നീ വിശന്ന യാത്ര ഒന്ന് പേടിക്കണ്ട. എവിടൊക്കെ നഷ്ടപ്പെട്ടോ നിന്റെ വഴി യാത്രയിൽ ചിലർ നിന്നെ എതിരിടും, നിനക്കത് തരൂ. ഈ ദൂത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ ആത്മാവിൽ ചിലരോട് ദൂത് പറയാ, ഇനിയുള്ള ദിവസങ്ങളിൽ ചിലരെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോവുക. ഇനിയുള്ള ദിവസങ്ങളിൽ ചിലരെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോവുക. നിനക്ക് ആശ്വാസം വരത്തക്ക വേണം, നിനക്ക് നന്മ വരത്തക്ക വേണം. കരങ്ങളെ അടിച്ചു ദൈവത്തിന് മഹത്വം കരേറ്റി. നിന്റെ ജീവിതത്തിൽ ആള് മാറിയതുപോലെ ശൗലോട് പറയാ, നീ ഇനി അങ്ങോട്ട് സിറ്റുവേഷൻ മാറി, നീ അന്വേഷിച്ച് കണ്ടുകിട്ടാൻ പോവാ. ചിലരെ നീ കാണും, അവര് നിന്നോട് കുശലം ചോദിക്കും. ഒന്നും പറയാതെ 2 അപ്പം നിന്റെ കയ്യിൽ തരും. ഇരിക്കട്ടെ എന്ന് പറയും. നീ അങ്ങ് വാങ്ങിച്ചോണം.
നിന്റെ ജീവിതയാത്രയ്ക്ക് ഇനി അത് ആവശ്യം മുന്നോട്ട്. അടുത്തത് വേഗത്തിൽ വായിച്ചു. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അതിന്റെ ശേഷം വീണ്ടും അതിന് ശേഷം ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിക്ക് എത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടി പൂജാഗിരിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അപ്പൊ തപ്പും കുഴലും വീണയും കിന്നരത്തോടുകൂടി ആ ഉയരത്തിൽ ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കാണും. അവർ പ്രവചിച്ചുകൊണ്ടേ ഇരിക്കുകയും അവർ ആ ആത്മസാന്നിധ്യത്തിൽ, ആ ആരാധനയുടെ മധ്യത്തിൽ അവരിങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. കണ്ടോ, നീ ഇനി അടുത്ത് കണ്ടുമുട്ടാൻ പോകുന്ന അന്തരീക്ഷം മാറാൻ പോകും. എന്റെ വാക്ക് പറഞ്ഞാൽ ഇതുവരെ നീ കണ്ട അന്തരീക്ഷമല്ല ഇനി അന്തരീക്ഷം. പാട്ടും തപ്പും കുഴലും ഒരു കൂട്ടം ഇരുന്ന് ആത്മാവി പ്രവചിക്കുന്നു. ആ അന്തരീക്ഷത്തിലേക്ക് നീയും വന്നു കയറുന്നു. നീയും ആളു മാറിയവനെ പോലെ അഭിഷേകത്തിൽ നിറഞ്ഞ് നീയും പ്രവചിക്കാൻ തുടങ്ങുന്നു. ഇന്ന് പകലൊന്ന് വിശ്വസിക്കുക, എന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ഒന്ന് മാറണം, എന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷം ഒന്ന് മാറണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീയും ആളു മാറിയവനെ പോലെ പ്രവചിക്കും. ദൈവ സാന്നിധ്യത്തിന്റെ അന്തരീക്ഷം വരുമ്പോ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അന്തരീക്ഷം ദൈവ സാന്നിധ്യത്തിന് രൂപപ്പെട്ടതായിരിക്കണം. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോൾ അന്തരീക്ഷം വേറെ ആയിരിക്കും. ആ ഒരുക്കത്തിന്റെ അകത്താണ് ദൈവത്തിന്റെ തീ വന്ന് വീഴുന്നേ. നിന്റെ മേൽ ആത്മാവ് വന്നോണ്ട് നീ പ്രവചിക്കാൻ പോവുകയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ നീ വരുമ്പോ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാവും. നീ ആള് മാറിയവനെ പോലെ ദൈവാത്മാവ് നമ്മെ മാറ്റി. ഇനി 7, ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. എന്നാൽ നീ ഇത് കാണുമ്പോ നിനക്ക് ഇതെല്ലാം നിന്നെ എതിരിടാൻ പോവാ. നിനക്ക് യുക്തിയോടിരിക്കുന്നത് നീ എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ച് ചെയ്യുക. ഇനി 9ാമത്തെ വാക്യം. 9. അവൻ ശൗമേനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ഇതിന് ശേഷം എന്ത് സംഭവിച്ചു? വേറൊരു ഹൃദയം ദൈവം കൊടുത്തു. ദൈവാത്മാവ് ആളെ മാറ്റും. അവന് പുതിയൊരു ഹൃദയം കൊടുത്തു, പുതിയൊരു മൈൻഡ് സെറ്റ് കൊടുത്തു. ദൈവാത്മാവ് വന്നാൽ നമ്മൾ ആള് മാറും, നമ്മുടെ മൈൻഡിനെ മാറ്റും. ഈ ആഴത്തിൽ പ്രാർത്ഥിക്ക്. മനസ്സിനെ, ചിന്തകളെ മാറ്റി പുതിയൊരു ഹൃദയത്തെ ദൈവം പകരും. ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മൈൻഡിനെ മാറ്റും. എസെക്കിയേൽ 36 പറയുന്നത് പുതിയൊരു ഹൃദയത്തെ തരും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പ്രാർത്ഥിക്കണം, എനിക്ക് ഉറക്കെ പറയാം, എനിക്ക് നല്ലൊരു ഹൃദയം തരണ ദൈവം എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളുടെ സ്വഭാവത്തെ മാറ്റും. അതാ ഗലാത്യർ 5 പറഞ്ഞത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവാത്മാവ് നടത്തിയാൽ ആത്മാവിന്റെ ഫലം ഉണ്ടാവും. അപ്പൊ ദൈവാത്മാവ് ഹൃദയത്തെ മാറ്റും, ജീവിതത്തെ മാറ്റും. നമുക്ക് ധൈര്യവും ശക്തിയും തരും. നമുക്ക് ധൈര്യവും ശക്തിയും തരും. ബൈബിളൊക്കെ ക്ഷീണിച്ചും തളർന്നു നിന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ദൈവാത്മാവ് വന്നപ്പോ ഗിദ്യോൻ ശക്തിപ്പെട്ടു. ഒളിച്ചിരുന്ന മുന്തിരിച്ചക്കൽ ഒളിച്ചിരുന്നവനെ ധൈര്യത്തോടെ നിർത്തി. മോശ എന്നെ കൊണ്ട് പറ്റത്തില്ല, ദൈവാത്മാവ്. യോശുവ ആരൊക്കെ ഉണ്ടോ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ധൈര്യത്തോടെ നിർത്തിയതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. അപ്പം ആള് മാറിയവനെ പോലായി. ഇനി 9:10 വാക്യം വായിച്ചേ. അവർ അവിടെ ഗിരിയെങ്കിൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് അവന്റെ മേൽ വന്നു. പറഞ്ഞ ദൂത് പോലെ ദൈവാത്മാവ് അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെ അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശിന്റെ മകന് എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആയോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കീശിന്റെ മകൻ പ്രവാചകനോ? അവനെ ആള് മാറ്റുന്ന രീതി ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവനും അവരുടെ കൂട്ടത്തിൽ നിന്ന് ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. പ്രവാചകൻ പറഞ്ഞ ശബ്ദം മുഴുവൻ നിറവേറി. ആൾക്കാർ ഇവനെ ചോദിക്കുക, ഇവൻ പഴയ ആളല്ലല്ലോ,
നമ്മെ മാറ്റുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്നാൽ നമ്മുടെ ജീവിതം മാറി മറിയുന്ന അനുഭവം വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു കൊതിയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് മാറ്റണം, ധൈര്യം തരും. അതെ അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്രവൃത്തി 4:31 വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. 3 അവസാനവും 4 വായിക്കുമ്പോൾ, ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ മിണ്ടരുതെന്ന് പറഞ്ഞതാ, പ്രതികൂലമായിട്ട് നിന്നതാ. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വന്ന് അവരെ ശക്തിപ്പെടുത്തി, അവർ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് വലിയ ധൈര്യം തരും. പറ്റത്തില്ല എന്ന് പറയുന്ന ആളെ മാറ്റും. ദൈവാത്മ വരുന്ന മുന്നേ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ദൈവശക്തിയാൽ. എത്ര നല്ല പട്ടമാണെങ്കിലും കാറ്റില്ലേ എന്തില്ല, കാറ്റില്ലേ എന്താ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. കാറ്റുണ്ടെങ്കിൽ പട്ടം സൂപ്പറാ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ. അത് കാറ്റില്ലെങ്കിൽ ഈ ഇരിക്കുന്ന ടിഷ്യൂ ഇരിക്കുന്ന പോലെ അത് ഒരു പന്ന പേപ്പർ പോലെ ഇരിക്കും. ഇപ്പൊ ഇച്ചിരി ഫൈബർ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്, പേപ്പർ പോലെ ഇരിക്കും. കാറ്റുണ്ടെങ്കിൽ പട്ട ആള് വേറെയാ. പേപ്പർ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ പറന്നു പോകില്ല, പട്ടം വേറൊരു ലെവലിൽ പറക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കാറ്റിനനുസരിച്ച് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ അറിയാവുന്നവർ അതിന്റെ രീതി ചെയ്യും. കുറച്ച് നേരം മുമ്പേ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് പോയപ്പോൾ കുഞ്ഞിന് പട്ടം ഇഷ്ടമായതുകൊണ്ട് പട്ടം വാങ്ങിച്ചു. അപ്പം അവിടെ കാറ്റുള്ള പട്ടം പറപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പം ആ സമയത്ത് എല്ലാവരും പട്ടം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കാറ്റ് നിന്ന്, കാറ്റ് കണ്ടിട്ട് എല്ലാവരും പട്ടം വാങ്ങിച്ചു. പിന്നെ കാറ്റ് കുറച്ച് നേരത്തേക്കില്ല. എങ്കിലും അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് എനിക്ക് മനസ്സിലിച്ചിരി കാറ്റുണ്ടെന്നുള്ള സ്ഥലത്തോട്ട് മനസ്സിലായിട്ട് ഒരു ഡയറക്ഷൻ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പട്ടം. അപ്പം അങ്ങനെ പട്ടം പറപ്പിക്കാൻ നിന്നപ്പം അവിടെ ഉള്ള പട്ടം പറപ്പിക്കുന്നതിലും അത്യാവശ്യം വലിയ രീതിയിലല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പട്ടം എൻ്റെ കയ്യിലിരുന്ന പട്ടം പറന്നു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഓടി വരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്ന ഒരാളുണ്ട്, സാറേ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ പട്ടം പറപ്പിക്കുന്ന വീഡിയോ ഞാനൊന്ന് പിടിച്ചോട്ടെ, യൂട്യൂബിൽ ഇട്ടോട്ടെ എന്ന്. അപ്പോൾ മറ്റൊരേക്കാട്ടി വ്യത്യസ്തമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, പട്ടം നല്ലതാണെങ്കിൽ കാറ്റില്ലെങ്കിൽ ഇത് വെറുതെ ഒരു പേപ്പറാണ്. എന്നാൽ കാറ്റത്ത് വെച്ചു കൊടുത്താൽ ഇത് പാറി 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 പറക്കാൻ തുടങ്ങും, നല്ല ഉയർത്തി പറക്കാൻ പറ്റും. ഇത് തന്നെയാണ് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ വന്നാൽ നീ ആള് മാറും, ആള് മാറും. നീ ഒരു സ്ഥലത്ത് ഒതുക്കാൻ പറ്റത്തില്ല. പരിധികളെ പൊട്ടിച്ചുകൊണ്ട് നീ പറന്നു കയറും. ഇന്ന് ചിലതിനെ ദൈവം ആള് മാറ്റിയാണ്. പെന്തക്കോസ്ത് നാളിൽ ദൈവശക്തി ഇറങ്ങി വന്നു. ഇനി ശ്രദ്ധിച്ച് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരാൻ പോവുക. പെന്തക്കോസ്ത് നാളിൽ ദൈവശക്തി ഇറങ്ങി വരുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അവസ്ഥ എന്താ? പത്രോസ് തള്ളി പറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഭയത്തിൽ നിൽക്കുന്ന അവസ്ഥ, പേടിച്ച് ശിഷ്യന്മാര് കഥകടച്ച് മാളികമുറിയിൽ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥ. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോ ആളും മാറി. എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ പത്രോസിന്റെ ജീവിതത്തെ മാറ്റി. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാത്മാവിന്റെ നിറവ് ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോവാ. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ മൈൻഡ്, എന്റെ ചിന്ത, എന്റെ സ്വഭാവം, എന്റെ ജീവിതാനുഭവം, എന്റെ ഭയപ്പാടുള്ള ജീവിതാനുഭവങ്ങൾ, എന്റെ ശക്തിഹീനതകൾ, ഇതെല്ലാം മാറുന്ന ഒരു ആത്മശക്തിയുടെ വ്യാപാരം എനിക്ക് വേണം. ദൈവാത്മാവ് ബലം ശക്തി മാത്രമല്ല, ഹൃദയത്തെ മാറ്റും, ഒരു സ്വഭാവമുള്ളവനാക്കി മാറ്റും, ജീവിതത്തിൽ ആകമാനം മാറ്റം വരുത്തും.
ഇന്ന് ദൈവാത്മാവ് ചിലരെ സ്പർശിക്കാൻ ആഗ്രഹിക്കും.